You are watching TV Next. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ ഈ തമിഴ്നാട്ടിൽ വലിയ കോലാഹലങ്ങൾക്കും ശേഷം ഇലക്ഷന് ശേഷം നമ്മുടെ വിജയ് സർക്കാർ അധികാരത്തിലേറിയിരിക്കുകയാണ്. കുടുംബ ഭരണം അവസാനിപ്പിച്ച് വലിയ രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. ഒരു മാസം കൊണ്ട് തമിഴ്നാട് എത്ര രീതിയിൽ മാറിയിട്ടുണ്ട്? ഒരു മാസം കൊണ്ട് തമിഴ്നാട്ടിലെ മാറ്റമെന്ന് പറയുന്നത് ഒരു ഭയങ്കര ചരിത്ര മാറ്റമാണ്. എന്ന് വെച്ചാൽ ഈ മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ മറ്റും അവരുടെ കുടുംബ സഖാക്കളുടെ ഭരണമെന്ന് പറയുന്നത് ഒട്ടേറെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഭരണമായിരുന്നു എന്നുള്ള കാര്യം ഈ ഭരണമാറ്റത്തിൽ അറിയാം. വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടെ നമ്മുടെ നേതാവ് വിജയിച്ചത്. ഈ കുറുകിയ ദിവസങ്ങളിലുള്ള ഭരണമെന്ന് പറഞ്ഞാൽ അതിഭയങ്കര ഭരണമാണ്. ജനങ്ങൾ പ്രതീക്ഷിച്ചതിനും കൂടുതലായിട്ടുള്ള ഭരണകാഴ്ചയാണ് കാണുന്നത്. എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും അഴിമതി എന്നുള്ള കാര്യം ഒട്ടും പാടില്ല എന്നുള്ള കാര്യമാണ് നമ്മുടെ നേതാവിൻ്റെ ഒരിത്. പറഞ്ഞതുപോലത്തെ ഇലക്ഷനിലെ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ജനങ്ങളെല്ലാം ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോസ്മാക്. ഇതിനെക്കുറിച്ച് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ കൂടെ ഒരു കാര്യം പറഞ്ഞില്ല. പക്ഷേ നേതാവ് സത്യപ്രതിജ്ഞ എടുത്ത് അതിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെ ഇതിൻ്റെ കാര്യങ്ങളോട്ട് ഉടനെ എത്തി. ഇപ്പോൾ സ്കൂളുകൾ, കോളേജ്, പള്ളികൾ, മറ്റും വലിയ ജംഗ്ഷനിലിരിക്കുന്ന ജനങ്ങൾക്ക് അസ്വസ്ഥതയുള്ള എല്ലാ കടകളും ഉടൻ തന്നെ മാറ്റണമെന്ന് പറഞ്ഞു. 800-നടുത്തുള്ള ടോസ്മാക് കടകളൊക്കെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾക്കൊരു ഭയങ്കര ഇതാണ്. ഭരണവും ഭയങ്കരമാണ്. മാത്രമല്ല ആ ഭരണത്തിൻ്റെ ഒരു രീതി, അതിൻ്റെതായ ഒരു ബഹുമാനം, എങ്ങനെയൊക്കെയാണ് നേതാക്കന്മാരെ ബഹുമാനിക്കണം, ആരെ എങ്ങനെ ചെന്ന് സന്ദർശിക്കണം, എങ്ങനെ ഒരു ഭരണം കാഴ്ചവെക്കണം, എല്ലാവരുടെ ഒരു അകമ്പടിയും വേണം എന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു മോർ എക്സാമ്പിളാണ്. തമിഴ്നാട് ചെന്നപ്പോൾ വൻപിച്ച സ്വീകരണമാണ്. കാരണം ഇതുവരെ ഒരു മുഖ്യമന്ത്രിമാർക്ക് കിട്ടാത്ത രീതിയിലുള്ള സ്വീകരണമാണ്. അതെ. കാരണം ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിൻ്റെ ഫുൾ പവറും ക്വാളിറ്റിയും എങ്ങനെ നയിക്കണം, ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആര് എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങളിൽ ഭയങ്കര ഒരു എക്സാമ്പിളാണ്. കാരണം മുൻ ബഹുമാനപ്പെട്ട കാമരാജ് അവർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ട് അതുപോലത്തെ ഒരു സ്വീകരണവും കാര്യങ്ങളും ഉണ്ട്. അത്ര ഭയങ്കരമായ ഒരു ഭരണ ലളിതമായതുകൊണ്ടാണ് അത്രയും ഒരു റിയാക്ഷനും ജനങ്ങൾക്കൊരു ഭയങ്കര സന്തോഷവും. അതിൻ്റെ ഒരു സ്വീകരണമാണ് ഡൽഹി കണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാലിൻ സർക്കാർ ആദ്യം പറഞ്ഞത്, ഉദയനിധി സ്റ്റാലിനൊക്കെ പറഞ്ഞത്, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ കയറി എന്ത് ചെയ്യാൻ പോകും, എന്ത് ചെയ്യും എന്നാണ്. പക്ഷേ ആ ഒരു പാചകത്തിനെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് വെറും സൈലന്റ് ആയിട്ടിരുന്നിട്ട് ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ ഉദയനിധി സ്റ്റാലിനെ പോലെയോ ഈ ഒന്നുമില്ല, വെറും സൈലന്റ് ആയിട്ടാണ് നിയമസഭയിലൊക്കെ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഒരു സൈലന്റ് ആയിട്ടിരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളി തമിഴ്നാട്ടിൽ മാറ്റിക്കൊണ്ടുവന്നത് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അത് പുള്ളിയുടെ വലിയൊരു ചാലഞ്ച് തന്നെ. തീർച്ചയായിട്ടും 100 വട്ടം ഒരു അഹംഭാവമില്ലാതെ ഒരു നല്ല നേതാവാണ്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ സൈലൻ്റ് ആയിരുന്നു. എന്തു ചെയ്യണമോ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രീ പ്ലാൻഡാണ്. എല്ലാം അറിയാമെന്നുള്ള ഒരു നേതാവാണ്. അതുകൊണ്ടാണ് ഈ അന്നസസറി ആയ ചോദ്യങ്ങൾക്കും കാര്യങ്ങൾക്കും ഒന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവർത്തനത്തിലും ഭരണത്തിലും ചെയ്തു കാണിക്കുന്നുള്ളതാണ് നമ്മുടെ നേതാവിൻ്റെ ഒരു ലക്ഷ്യം. ഭരണത്തിൽ വന്നപ്പോൾ തന്നെ വിജയ് പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ലാപ്ടോപ്പ് നൽകുന്നു, ബാഗ് നൽകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുന്നു. അത് വെറുതെ കൊടുക്കുന്നതല്ല, അത് ജനങ്ങളുടെ അവകാശമാണ്, ഔദാര്യമല്ല, അത് അവകാശമാണെന്ന് പറഞ്ഞു. രണ്ടാമത് അത് കൊടുക്കുമ്പോൾ തന്നെ അതിലുള്ള സ്കൂൾ ബാഗ് കൊടുത്തപ്പോൾ തന്നെ പണ്ട് DMK ഭരിക്കുമ്പോഴും ജയലളിത ഭരിക്കുമ്പോഴും എല്ലാം അതിൽ ഒരു സ്റ്റിക്കർ അടിച്ചിരിക്കും, പാർട്ടിയുടെ സ്റ്റിക്കർ. അത് കുട്ടികൾ ഒരു പാർട്ടിയുടെയും മേളവരാവണ്ട എന്ന് പറഞ്ഞ് കുട്ടികൾ ഒരു പാർട്ടിയുടെയും ഐഡന്റിറ്റി ഉള്ള ആൾക്കാരായി സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ തന്നെ വിജയ് ഇപ്പം മാറ്റിയിരിക്കുകയാണ്. അത് നല്ലൊരു കാര്യമാണ് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരിക്കലും ഒരു സർക്കാർ കൊടുക്കുന്ന സാധനം അതിനകത്ത് ഒരു ലേബിളോ കാര്യങ്ങളോ സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇതിന് മുൻപിരുന്ന സർക്കാരൊക്കെ ലേബറും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കൊടുത്തിട്ടും ജനങ്ങൾക്കറിയാം ഇത് നയമൊന്നുമല്ല, അവരുടെ സിമ്പതിയോ അവരുടെ ഔദാര്യമൊന്നും അല്ല. ഇത് സർക്കാരിൻ്റെ കാര്യങ്ങളാണ്, സർക്കാർ ചെയ്യുന്നതാണ്. അതിനെ നമ്മുടെ നേതാവ് ആയിരിക്കുന്നത്. അതിനകത്ത് അങ്ങനെയുള്ളൊരു പരസ്യവും കാര്യത്തിൻ്റെ ആവശ്യങ്ങളില്ല. ഇല്ലാതെ തന്നെ ജനങ്ങൾ ഒട്ടുമൊത്തം ഇന്ന് നമ്മുടെ നേതാവിനെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളാണ്. അതിലേക്കുള്ള ചിലവ് കുറവ്, അങ്ങനെ ഒരു പരസ്യം വേണ്ട. ജനങ്ങൾക്ക് കൊടുക്കുന്നത് ജനങ്ങളുടെ കാശിൽ നിന്ന് എടുത്ത് കൊടുക്കണം, അത് അവർക്ക് തന്നെ. അതിനകത്ത് എന്തിനാ ഒരു പരസ്യം? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നേതാവിൻ്റെ ഒരു സിംപ്ലിസിറ്റിയാണ്. വളരെ ഇതാണ്. ഇപ്പോൾ തന്നെ സിംഗപ്പൂർ പദ്ധതി വന്നിട്ടുണ്ട്. അതെ, വനിതകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പോലീസ് ഫോഴ്സ്. അപ്പോൾ അത് എത്രത്തോളം തമിഴ്നാട്ടിൽ ഗുണം ചെയ്യും? കാരണം ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയ എത്ര നമ്മൾ പോലീസുകാർ അതിനും നല്ലതായിട്ട് പുള്ളി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര തന്നെ ഓടിയാലും
എല്ലായിടത്തും ചിലപ്പോൾ പോലീസുകാർക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം പോലീസുകാരെ കളം വരുന്നവരാണ് കളം അറിയാലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പെൺപട ഇറക്കിയതിൽ എത്രത്തോളം ഒരു തമിഴ്നാട്ടിൽ അത് ഗുണമുണ്ടാവും? 100 വട്ടം ഈ നടക്കുന്ന ക്രൈം കാര്യങ്ങൾ വളരെ 1% ക്രൈം കാര്യങ്ങൾ ഇതുകൊണ്ട് കുറയും. മാത്രമല്ല പെണ്ണുങ്ങൾക്ക് തന്നെ അവർക്കായിട്ട് സ്വയമായിട്ട് ഒരു കോൺഫിഡൻ്റ് എത്തും. ഇപ്പോൾ ഒരു പെൺ സിംഹപ്പട എന്ന് പറയുമ്പോഴേ അവർക്ക് എല്ലായിടത്തും ഈ പെണ്ണുങ്ങളായ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നയിച്ചു പോകാൻ പറ്റും. അതൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോഴ്സിബിൾ കാര്യങ്ങളായതുകൊണ്ട് അതിനൊരു പവറുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ഗ്രാമങ്ങളിലും കാര്യങ്ങളിലും എത്തിച്ചേർന്ന് അതിൻ്റെ പണികൾ അത് ലളിതമായി ചെയ്യും. തീർച്ചയായിട്ടും ഒരു 100% നേരത്തെ ഇരുന്ന സർക്കാരിനേക്കാൾ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു സേഫ്റ്റിയും സേഫ് ഗാർഡും ഉണ്ടാവും. നിറയെ ക്രൈം കാര്യങ്ങൾ ഇതിൽ നിന്നും പ്രിവെൻഷനാകും. അങ്ങനെ ഒരു മാറ്റവുമില്ല. നമുക്കിപ്പോ വരുന്നപ്പം വിജയ് പല പ്രവൃത്തികൾ പല മിനിസ്റ്റർമാരെ വെച്ചിട്ട് വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൃത്തി എന്ന് പറയുന്നത് നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം മിനിസ്റ്റർമാർ ഓരോ ജില്ലയ്ക്കും പ്രത്യേക മിനിസ്റ്റർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം എല്ലാ മേഖലയിലും വിവിധ ഭാഗത്തിലുള്ള ജനങ്ങൾക്കും ഒരു മിനിസ്റ്ററിനെ കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ച് പറഞ്ഞ് അവരുടെ കാര്യങ്ങൾക്ക് സർക്കാരിൻ്റെ കാര്യങ്ങൾ ലളിതമായിട്ട് കിട്ടണമെന്നുള്ള കാര്യത്തിലാണ് ഒരു ജില്ലയും മാറ്റാതെ എല്ലാ ജനതകളെയും കൈയടക്കി എല്ലാവരെയും വിവിധ ഭാഗങ്ങളിൽ മിനിസ്ട്രി ഇല്ലാത്ത സ്ഥലങ്ങളിലും വേറെ മിനിസ്ട്രിയൊക്കെ ഇട്ട് ആ മിനിസ്റ്റർമാരെ വെച്ച് ജനങ്ങൾ വളരെ സൗകര്യമായിട്ട് മിനിസ്റ്ററിൻ്റെ കാര്യം കണ്ട് സർക്കാർ കാര്യങ്ങൾ എത്തിച്ചേരണം എന്നുള്ളതാണ് അതിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ വിജയുടെ കൂടെയുള്ള സ്പോർട്സ് മിനിസ്റ്റർ പുള്ളി വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കൂടെയുള്ള എല്ലാ മിനിസ്റ്റർമാരും MLA-മാരും എല്ലാം വളരെ നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് കിട്ടിയതുപോലുള്ള രീതിയിലാണ് പെരുമാറുന്നത്. കാരണം ഇപ്പോൾ സാറിന് അത് ഫീൽ ചെയ്ത് തോന്നുന്നു. കാരണം കയറിയ ആരും പുതിയതാകണമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഈ മിനിസ്ട്രിയിലുള്ള മിനിസ്റ്റർമാരെന്ന് പറയുന്നവരൊക്കെ വളരെയേറെ ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ പ്രാപ്തരാണ്. അപ്പം മുൻ അനുഭവം വേണം അല്ലെങ്കിൽ നേരത്തെ മന്ത്രിയായിട്ട് ഇരുന്നിരിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. അവരെക്കാൾ വളരെ ഭേദമായിട്ട് ജനങ്ങൾക്ക് എന്തൊരു കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയാണ് ഒരു മിനിസ്ട്രി നയിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പറയണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഫാസ്റ്റാണ്. അതൊക്കെ നമ്മുടെ നേതാവിൻ്റെ ഒരു ഡയറക്ഷനും കാര്യങ്ങളുമാണ്. കാരണം ഇന്ന് ജനങ്ങളെ ഞെട്ടിയിരിക്കുകയാണ്. ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെ ഭരിക്കും, ഇവർക്ക് വല്ലതും അറിയാമെന്നൊക്കെ ചോദിച്ചെടുത്ത് ഇത്രയും കാലം 10-70 വർഷം ഭരിച്ച എത്രയും വർഷ പഴക്കമുള്ള പല വർഷങ്ങൾ പഴക്കമുള്ള മിനിസ്റ്ററേക്കാളും ഭയങ്കരമായിട്ടാണ് നമ്മുടെ ഓരോ മിനിസ്റ്റർമാരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും. സോ അത് ഭയങ്കരമാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ക്യാൻഡിഡേറ്റാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിന് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണ ഒരു രീതിയിലാണ് നമ്മൾ ഒരു മിനിസ്ട്രി നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വേറെ വ്യത്യാസപ്പെട്ട രീതിയിലാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാരണം മിനിസ്ട്രിക്കകത്തും അവിടെ ഇന്ന പാർട്ടിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭേദമൊന്നുമില്ല. കാരണം അവരുടെ പ്രോട്ടോക്കോൾ സിസ്റ്റം അനുസരിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റാവുണ്ട്. ഓരോ പാർട്ടിക്കാർക്കും കൊടുക്കേണ്ട ഗൗരവവും കാര്യങ്ങളും പ്രതിപക്ഷ നേതാവായിരുന്ന എങ്ങനെ അല്ലാത്തവരായിരുന്ന അങ്ങനെ ഓരോ ആൾക്കാർക്കും അതിൻ്റെ കറക്റ്റ് സീറ്റിംഗ്. ഇതിന് മുന്നേറുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ വൈരാഗ്യം തീക്കുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ CM-ന് അതൊന്നുമില്ല. കൃത്യമായ ഒരു ഫംഗ്ഷൻ, ഒരു നിയമസഭ എന്ന് പറഞ്ഞാൽ നിയമസഭ ആയിരിക്കണം. അതിൻ്റെ പാരമ്പര്യങ്ങളൊക്കെ പുള്ളി അതിനെ റെസ്പെക്റ്റ് ചെയ്യാണ്. അപ്പോൾ നിയമസഭയിൽ തന്നെ വന്നിരിക്കുമ്പോൾ ഈ പ്രതിപക്ഷ കക്ഷികൾ പല രീതിയിലുള്ള കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അത് മൈൻഡ് ചെയ്യാതെ പുള്ളിയുടെ ഈ ഭരണത്തിൽ മാത്രമേ ശ്രദ്ധിക്കുന്നു. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. അതെ. കാരണം എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കണമെന്നില്ല. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ജനതയ്ക്ക് എന്ത് നല്ല കാര്യം ചെയ്യണം അതൊക്കെ സൈലൻ്റായിരുന്ന കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് ചെയ്യുക. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ പ്രസ്സുകാർ പോലും നിങ്ങളെ പോലത്തെ ഒരാൾക്കാർ പോലും ഞെട്ടി നിൽക്കുകയാണ്. ഇത്രയും പ്രീ പ്ലാൻഡായ ഒരു പദ്ധതിയാണത്. അതാണ് നമ്മുടെ ഭരണം. അപ്പോൾ സാറ് അവിടെ നേരത്തെ തന്നെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ആളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ വിളവങ്കോടിൽ എന്തൊക്കെയാണ് നമുക്ക് ഇനി ചെയ്യാനുള്ള പദ്ധതികൾ ഇവിടെ കിടക്കുന്നത്? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആൾറെഡി ഞാൻ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല നമ്മളിപ്പോൾ തോറ്റുപോയി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല നമ്മൾ കാണുന്നത്. കാരണം ഞാനിപ്പോൾ വിളവങ്കോട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചായിരുന്നു. ഞാൻ ഈ മണ്ഡലത്തിലുള്ള അത്തരം സ്ഥലങ്ങളിലും ചെന്ന് ജനങ്ങൾക്ക് എന്തോ ആവശ്യങ്ങളാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കടയാലുമൂട് പഞ്ചായത്തിനകത്ത് ഇടയ്ക്ക് ഒരു ആനയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് അവിടെ കുറച്ച് നാച്ചുറൽ കലാമിറ്റീസ് പോലത്തെ കാര്യങ്ങളൊക്കെ. ഇതിനൊക്കെ നമ്മുടെ ഒട്ടേറെ ചെന്ന് കൂടെ നിന്ന് ഉദ്യോഗസ്ഥരൊക്കെ വെച്ച് സംസാരിച്ച് പറക്കി ഒരു നിലവിൽ ജയിച്ച ഒരു MLA-യേക്കാൾ ആ സ്ഥലങ്ങളിൽ ചെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ജനങ്ങളും എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മളെയാണ് വിളിച്ച് പറയുന്നത്.
ഈ മണ്ഡലത്തിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കശുവണ്ടി മേഖലയുള്ള പ്രതിസന്ധി തീർക്കുവാനും ഈ സെറ്റിൽമെൻറ്റ് കാണി ഏരിയ ആദിവാസി പഴംകുടി ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ തീർക്കാനും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നമ്മൾ നടപടി തുറന്നെടുക്കും. നമ്മുടെ നേതാവിനെ കണ്ട് നമ്മൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കും. കാരണം നമ്മുടെ നേതാവ് പറയുന്നത് ഈ ഓരോ നിയമസഭാ മണ്ഡലത്തിലും തോറ്റ സ്ഥാനാർത്ഥികളായിരുന്നാലും ആ മണ്ഡലം മുഴുക്കനുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ് പദ്ധതി കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, അതിനകത്ത് ഒരു അഴിമതിയും ആരും ചെയ്യാൻ പറ്റത്തില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ ഇല്ല ഒരു പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ അതിനകത്ത് നിയമസഭയിലെ അംഗങ്ങളോ ആരും ഒന്നും കബളിക്കാൻ പാടില്ല, വെട്ടിക്കാൻ പാടില്ല. ചെയ്യുന്ന പണികളൊക്കെ കൃത്യാന്തരമായിരിക്കണം, അത് ക്വാളിറ്റി ആയിരിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.